ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പഫ് സ്ലീവാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു പഫ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു കറക്റ്റ് അളവുള്ള ചുരിദാർ ഇതിനെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്യുന്നത് മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ആദ്യമേ ഇങ്ങനെ നമ്മളുടെ ചുരിദാറിനെ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനാണ് അളക്കേണ്ടത്. നമ്മൾ ആ ഷോൾഡർ അറ്റാച്ച് ചെയ്ത പോയിൻറ്റിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മെഷർ ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ ഈ ടേപ്പിനെ വലിക്കുകയൊന്നും വേണ്ട, നന്നായിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ അങ്ങ് ചെയ്തെടുക്കുകയാണ്. നമുക്കൊരു 7 ഇഞ്ചാണ്, 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 9 ഇഞ്ചാണ് ടോട്ടലി നമുക്ക് വേണ്ടത്. അപ്പം നമ്മളിനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള ക്ലോത്തിനെ ഇതുപോലെ ലൈനിങ് ഒക്കെ വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് ക്ലോസ് ആയ സൈഡ് ഒരേ സൈഡിൽ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളിതിൻ്റെ വീതി നോക്കുകയാണ്. അപ്പം നമുക്ക് 9 ഇഞ്ച് കഴിഞ്ഞ് നമ്മൾ ഒരു 4 ഇഞ്ച് ഒരു സൈഡിൽ വരുന്ന രീതിയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് 4ഓ 6ഓ ഒക്കെ നമുക്ക് ഇഷ്ടത്തിനോട് എടുക്കാവേ. നമ്മളിപ്പോൾ 4 ഇഞ്ച് ഒരു സൈഡിൽ കൂടുതൽ വരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ വെച്ച് കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ ഇനിയുള്ളത് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ലെങ്ത് എടുക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു 4.5 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു 6 ഇഞ്ച് വരെ വേണമെങ്കിലും എടുക്കാവേ. ഇനി നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഒരു 4 ഇഞ്ച് എവിടെ വരുന്നു അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ ഓപ്പൺ ആയ ഭാഗത്ത് നമ്മളൊരു 2 ഇഞ്ച് ഇതുപോലെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ 4 ഇഞ്ചിൽ നിന്ന് ഈ 2 ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് അങ്ങ് വെറുതെ അങ്ങ് വരച്ച് കൊടുക്കണേ. ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇത്രയങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പഫ് സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാവേ. പ്രത്യേകിച്ച് കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൊടുക്കുന്ന വിഡ്ത്തിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ നമ്മുടെ ക്ലോത്തിൽ എടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമുക്ക് വേണ്ട വിഡ്ത്തിനെക്കാട്ടിലും. ഇനി നമ്മളുടെ ഈ ഒരു പീസിനെ നമ്മളിങ്ങനെ ചുരുക്കിട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ടായിരിക്കണം നമ്മളുടെ ഈ ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ക്ലോസ് ആയ ഭാഗത്തു നിന്ന് നമ്മളൊരു 6 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും 6 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾക്കൊരു 7.5 ഇഞ്ചും ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമുക്കൊരു 8.5 ഇഞ്ചും ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതുകൂടെ ഒന്ന് നമ്മൾ നോക്കിക്കോണേ എത്രയാണ് നമുക്ക് കിട്ടുന്നതെന്ന്. കാരണം നമ്മൾക്ക് അറ്റാച്ച് ചെയ്യാനുള്ള നമ്മുടെ ഷോൾഡറിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാനുള്ള കാൽക്കുലേഷൻ ഉണ്ടോ നമ്മളൊന്ന് കണക്ക് കൂട്ടിക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ചുരുക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ചെറുതായിട്ട്, ഏറ്റവും ചെറുതാക്കാൻ പറ്റുന്നോ അതുപോലെ. അത് പിന്നെ നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടത്തിന് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ വളരെ കുനുകുനാന്നങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിൻറ്റിൽ തുടങ്ങി അടുത്ത പോയിൻറ്റ് വരെയും നമ്മൾ ഇതുപോലെ ചുരുക്കിയിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചുരുക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ തന്നെ ഒരേ വിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ ഇതുപോലെ ചുരുക്കിയിട്ട് നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരേപോലെ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണേ. അതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ടു നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്താണ്, വളവുള്ള ഭാഗത്തല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പൈപ്പിനായിട്ടുള്ള ഒരു പീസ് കൊടുക്കുകയാണ്. ഒരു 2 ഇഞ്ച് വിഡ്ത്ത് ഇതിനെടുത്തോണേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. നമുക്കൊരു ഇൻസ്റ്റയുണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അത് ത്രെഡ് ആൻഡ് ടച്ച് എന്ന് തന്നെയാണ്. അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വശങ്ങൾ തമ്മിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഗ്യാതറിങ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഭാഗമൊക്കെ വരുമ്പോൾ നമ്മളതെല്ലാം ക്ലിയർ ചെയ്ത് ആയിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത്
ഇത്രയും ഇങ്ങനെ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്തിനനുസരിച്ച് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് മടക്കി കൊടുത്ത് ഈ സൈഡുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ്. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനെല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ യൂണിഫോം ഷർട്ട്, അതുപോലെ ബോയ്സിൻ്റെ ഷർട്ട്, ഗേൾസിൻ്റെ ഷർട്ട്, കോട്ട്, ഇതൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന വീഡിയോസ് നമ്മളുടെ പ്ലേലിസ്റ്റിലുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആണെന്നാണ്, കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇരിക്കുകയാണ്. ഇതേ മെത്തേഡിൽ നമ്മൾ അടുത്ത നമ്മളുടെ സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തോണേ. നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ നമ്മളുടെ മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ പിടിച്ച് കറക്റ്റ് സെൻറ്റർ എവിടെയാണോ അത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഷോൾഡർ പോയിൻ്റ് എവിടെയാണോ അവിടേക്ക് നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിനെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് ഇങ്ങനെ സെൻറ്ററുകളെ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതിയേ. നമ്മൾ ആ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് ഇങ്ങനെ ചെയ്ത് തുടങ്ങാവേ. ഇവിടെയും നമ്മൾ സാധാരണ അങ്ങ് വെച്ച് കൊടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. കുറേശ്ശെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കുക, വീണ്ടും അടുത്തത് വെച്ച് കൊടുക്കുക. അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടും നമ്മുടെ ക്ലോത്തിനെ പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യേണ്ട. നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടുത്ത സൈഡ് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക. നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പട്ടുപാവാടയുടെ സ്ലീവായിട്ടും അതുപോലെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പിലും ഒക്കെ ഈ ഒരു മെത്തേഡിൽ ചെയ്യാവേ. നമ്മളിപ്പോൾ ഒരു ടീനേജ് ഗേളിൻ്റെ അളവിൽ ചുരിദാറിലാണ് ഇങ്ങനെ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കറക്റ്റ് അളവിലുള്ള ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ പീറ്റർ പാൻ കോളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്ക്വയർ നെക്കൊക്കെ കട്ട് ചെയ്യുന്നത് നമ്മൾ പല വീഡിയോസിലായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ചുരിദാർ കട്ട് ചെയ്യുന്നത് ഇടാത്തത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇതൊരു ടീനേജ് ഗേളിൻ്റെ അളവാണ്. നമ്മളുടെ ചാനലിൽ തന്നെ പല അളവിൽ എങ്ങനെയാണ് ചുരിദാർ കട്ട് ചെയ്യുന്നത്, അപ്പോൾ ഏതൊരാൾക്കും സ്വന്തം അളവിലേക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്, ഓരോ അളവുകളെയും എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പല വീഡിയോസും എല്ലാത്തിനും പ്ലേലിസ്റ്റ് ഉള്ളതാണ്. ചുരിദാർ കട്ട് ചെയ്യുന്നത്, അതുപോലെ സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നത്, യൂണിഫോം വീഡിയോസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ പല പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.